ഓം ശാന്തി 7/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അവിനാശി ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഭിക്ഷുവിൽ നിന്നും ധനികൻ ആകണം. നിങ്ങൾ ആത്മാക്കൾ രൂപ് ബസന്ത് ആണ്. ചോദ്യം: ഏതൊരു ശുഭഭാവന വെച്ച് പുരുഷാർത്ഥത്തിൽ സദാ തൽപരരായി ഇരിക്കണം? ഉത്തരം: സദാ ഈ ശുഭഭാവന വയ്ക്കണം. ആത്മാക്കൾ സദോ പ്രധാനം ആയിരുന്നു. നമ്മൾ തന്നെയാണ് ബാബയിൽ നിന്നും ശക്തിയുടെ സമ്പത്ത് എടുത്തിരുന്നത്. ഇപ്പോൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ശുഭഭാവനയോടെ പുരുഷാർത്ഥം ചെയ്ത് സദോ പ്രധാനം ആകണം. എല്ലാവരും സദോ പ്രധാനം ആകില്ല എന്ന് ചിന്തിക്കരുത്, പാടില്ല. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കണം. സർവീസിലൂടെ ശക്തി നേടണം. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ. ഓം ശാന്തി. ഇത് പഠനമാണ്. ഓരോ കാര്യവും മനസ്സിലാക്കണം. മറ്റേതെല്ലാം സത്സംഗങ്ങൾ ഉണ്ടോ അതെല്ലാം ഭക്തിയുടേതാണ്. ഭക്തി ചെയ്ത് ചെയ്ത് ബെഗർ ആയിരിക്കുന്നു. ആ ബെഗേഴ്സും ഭിക്ഷുക്കളും വേറെയാണ്. നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള ബെഗേഴ്സ് ആണ്. നിങ്ങൾ ധനികരായിരുന്നു, ഇപ്പോൾ ഭിക്ഷുക്കൾ ആയിരിക്കുന്നു. ഇത് ആർക്കും അറിയില്ല. നമ്മൾ ധനികരായിരുന്നു. ബ്രാഹ്മണരായ നിങ്ങളാണ് അറിയുന്നത്. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികൾ ധനികരായിരുന്നു. ധനികരിൽ നിന്നും ഭിക്ഷുക്കൾ ആയിരിക്കുന്നു. ഇത് പഠനമാണ്. ഇതിനെ നല്ല രീതിയിൽ പഠിക്കണം, ധാരണ ചെയ്യണം. ധാരണ ചെയ്യിക്കുന്നതിന് ശ്രമിക്കുകയും വേണം. അവിനാശി ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യണം. ആത്മാവ് രൂപ് ബസന്ത് ആണല്ലോ. ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. ശരീരം വിനാശിയാണ്. ഉപയോഗമില്ലാത്ത ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതിനെ കത്തിച്ചു കളയുന്നു. ശരീരവും ഉപയോഗമില്ലാത്തതായിരിക്കുമ്പോൾ അതിനെ അഗ്നിയിൽ കത്തിക്കുന്നു. ആത്മാവിനെ ആകട്ടെ കത്തിക്കുന്നില്ല. നമ്മൾ ആത്മാവാണ്. എപ്പോൾ മുതൽ രാവണ രാജ്യം ഉണ്ടായോ അപ്പോൾ മനുഷ്യർ ദേഹാഭിമാനത്തിൽ വന്നു. ഞാൻ ശരീരമാണ് എന്നത് ഉറച്ചു പോകുന്നു. ആത്മാവാണെങ്കിൽ അമരമാണ്. അമരനാഥനായ ബാബ വന്ന് ആത്മാക്കളെ അമരമാക്കുന്നു. അവിടെയാണെങ്കിൽ തൻ്റെതായ സമയമാകുമ്പോൾ തൻ്റെ ഇഷ്ടാനുസരണം ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരെണ്ണം എടുക്കുന്നു. കാരണം ആത്മാവ് അധികാരിയാണ്. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ശരീരം ഉപേക്ഷിക്കും. അവിടെ ശരീരത്തിൻ്റെ ആയുസ് നീണ്ടതായിരിക്കുന്നു. സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നിങ്ങളുടെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൻ്റെ പഴയ പടമാണ്. 84 ജന്മം പൂർണ്ണമായും എടുത്തിട്ടുണ്ട്. ചിലരുടേത് 60-70 ജന്മമാണ്. ചിലരുടേത് 50 ത്രേതയിൽ തീർച്ചയായും ആയുസ് കുറച്ചൊക്കെ കുറഞ്ഞു പോകുന്നു. സത്യയുഗത്തിൽ ഫുൾ ആയുസ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യണം. നമ്മൾ ആദ്യം സത്യയുഗത്തിൽ വന്നു. അവിടെ ശക്തി ഉണ്ടായിരിക്കുന്നു. അകാല മൃത്യു ഉണ്ടായിരിക്കുന്നില്ല. ശക്തി കുറയുമ്പോൾ പിന്നെ ആയുസ്സും കുറഞ്ഞു പോകുന്നു. ഇതുപോലെ ബാബ സർവശക്തിവാനാണ്. നിങ്ങളുടെ ആത്മാവിനെയും ശക്തിവാൻ ആക്കുന്നു. ഒന്നാമതായി പവിത്രമാകണം. പിന്നെ ഓർമ്മയിലും ഇരിക്കണം. അപ്പോൾ ശക്തി ലഭിക്കുന്നു. ബാബയിൽ നിന്നും ശക്തിയുടെ സമ്പത്ത് എടുക്കുന്നു. പാപാത്മാവിന് ശക്തി എടുക്കുവാൻ സാധിക്കില്ല. പുണ്യ ആത്മാവ് ആകുന്നുവെങ്കിൽ ശക്തി ലഭിക്കുന്നു. ഇത് ചിന്തിക്കൂ. നമ്മുടെ ആത്മാവ് സദോ പ്രധാനമായിരുന്നു. എല്ലായ്പ്പോഴും ശുഭഭാവന വയ്ക്കണം.
സദോ പ്രധാനം ആവുകയൊന്നുമില്ല. സദോയും ആകുമല്ലോ എന്നത് പാടില്ല. അരുത്. സ്വയവും മനസ്സിലാക്കണം, നമ്മൾ ആദ്യം സദോ പ്രധാനം ആയിരുന്നു. നിശ്ചയത്തിലൂടെയാണ് സദോ പ്രധാനമാകുന്നത്. നമുക്ക് എങ്ങനെ സദോ പ്രധാനമാകുവാൻ സാധിക്കും? ഇങ്ങനെ പാടില്ല. പിന്നെ വഴുതി പോകും. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നില്ല. എത്ര സാധിക്കുമോ പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സദോ പ്രധാനമാകണം. ഈ സമയം എല്ലാ മനുഷ്യരും തമോ പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവും തമോ പ്രധാനമാണ്. ആത്മാവിന് ഇപ്പോൾ സദോ പ്രധാനം ആകണം, ബാബയുടെ ഓർമ്മയിലൂടെ. അതോടൊപ്പം സേവനവും ചെയ്യുമെങ്കിൽ ശക്തി ലഭിക്കും. മനസ്സിലാക്കൂ, ആരെങ്കിലും സെന്റർ തുറക്കുന്നു എങ്കിൽ വളരെ പേരുടെ ആശീർവാദങ്ങൾ അവരുടെ ശിരസിൽ വന്നു ചേരും. മനുഷ്യർ ധർമ്മശാല ഉണ്ടാക്കുന്നു, ആരെങ്കിലും വന്ന് വിശ്രമിക്കുവാനായി. ആത്മാവ് സന്തോഷിക്കുമല്ലോ. വസിക്കുന്നവർക്ക് വിശ്രമം ലഭിക്കുന്നു. അപ്പോൾ അവരുടെ ആശീർവാദം ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കുന്നു. പിന്നെ എന്താകും പരിണാമം? അടുത്ത ജന്മത്തിൽ വളരെയധികം സുഖിയായിരിക്കും. നല്ല കെട്ടിടം ലഭിക്കും. കെട്ടിടത്തിന്റെ സുഖം ലഭിക്കും. ഒരിക്കലും രോഗമുള്ളവർ ആകില്ല എന്നല്ല, കേവലം നല്ല കെട്ടിടം ലഭിക്കും. ഹോസ്പിറ്റൽ തുറന്നു എങ്കിൽ നല്ല ആരോഗ്യമുണ്ടായിരിക്കും. യൂണിവേഴ്സിറ്റി തുറന്നിട്ടുണ്ടാകുമെങ്കിൽ നല്ല പഠനം ഉണ്ടായിരിക്കും. സ്വർഗത്തിലാണെങ്കിൽ ഈ ഹോസ്പിറ്റലും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ പുരുഷാർത്ഥത്തിലൂടെ 21 ജന്മങ്ങളിലേക്ക് പ്രാപ്തി ഉണ്ടാക്കുന്നു. ബാക്കി അവിടെ ഹോസ്പിറ്റൽ, കോർട്ട്, പോലീസ് ആദിയായ ഒന്നും ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകുന്നു. അവിടെ മന്ത്രിയും ഉണ്ടായിരിക്കുന്നില്ല. സ്വയം ഉയർന്നതിലും ഉയർന്ന മഹാരാജാവും മഹാറാണിയുമാണ്. അവർ മന്ത്രിയുടെ നിർദ്ദേശം എടുക്കുകയില്ല. നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ബുദ്ധിഹീനർ ആകുമ്പോഴാണ്, വികാരത്തിൽ വീഴുമ്പോഴാണ്. രാവണ രാജ്യത്തിൽ തികച്ചും ബുദ്ധിഹീനരും തുച്ഛബുദ്ധിയും ആകുന്നു. അതിനാൽ വിനാശത്തിന്റെ വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്വയം മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തെ വളരെ ഉയർന്നതാക്കി മാറ്റുന്നു. പക്ഷേ ഇത് കൂടുതൽ താഴെ വീണുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമുക്ക് വീട്ടിലേക്ക് പോകണം. നമ്മൾ ഭാരതത്തിന്റെ സേവനം ചെയ്ത് ദൈവിക രാജ്യം സ്ഥാപിക്കുന്നു. പിന്നെ നമ്മൾ രാജ്യം ഭരിക്കും. പാടുന്നുമുണ്ട്, ഫോളോ ഫാദർ, ഫാദർ ഷോസ് സൺ, സൺ ഷോസ് ഫാദർ. കുട്ടികൾക്കറിയാം, ഈ സമയം ശിവ് ബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വന്ന് നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതും ഇങ്ങനെയാണ്. നമ്മളും ബ്രഹ്മാവിനെ ഭഗവാനോ ദേവതയോ ആയി അംഗീകരിക്കുന്നില്ല. ഇതാണെങ്കിൽ പതീതമായിരുന്നു. ബാബ പതീത ശരീരത്തിലാണ് പ്രവേശിച്ചത്. വൃക്ഷത്തിൽ നോക്കൂ, ഏറ്റവും മുകളിൽ നിൽക്കുകയാണല്ലോ. പതീതമാണ്. പിന്നെ താഴെ പാവനമാകുന്നതിനു വേണ്ടി തപസ്സു ചെയ്ത് വീണ്ടും ദേവതയാകുന്നു. തപസ്സു ചെയ്യുന്നവർ ബ്രാഹ്മണരാണ്. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ എല്ലാവരും രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ക്ലിയർ ആണ്! ഇതിൽ വളരെ നല്ല യോഗം ആവശ്യമാണ്. ഓർമ്മയിൽ ഇരിക്കുകയില്ല എങ്കിൽ മുരളിയിലും ആ ശക്തി ഉണ്ടായിരിക്കില്ല. ശക്തി ലഭിക്കുന്നത് ശിവ് ബാബയുടെ ഓർമ്മയിലൂടെയാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് സദോ പ്രധാനം ആകുന്നത്. ഇല്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് പിന്നെ കുറഞ്ഞ പദവിയായിരിക്കും നേടുന്നത്. മുഖ്യ കാര്യമാണ് ഓർമ്മയുടേത്. അതിനെ തന്നെയാണ് ഭാരതത്തിന്റെ പ്രാചീന യോഗം എന്ന് പറയുന്നത്. നോളജിനെ കുറിച്ച് ആർക്കും അറിയില്ല. മുൻപ് ഋഷി മുനിമാർ പറഞ്ഞിരുന്നു. രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും നമ്മൾ അറിഞ്ഞില്ല. നിങ്ങളും മുമ്പ് അറിഞ്ഞിരുന്നില്ല. ഈ 5 വികാരങ്ങൾ തന്നെയാണ്
നിങ്ങളെ പൂർണ്ണമായും വർത്ത് നോട്ട് പെന്നി ആക്കി മാറ്റിയത്, അതായത് ചില്ലി കാശിന് വിലയില്ലാതെ ആക്കി മാറ്റിയത്. ഇപ്പോൾ ഈ പഴയ ലോകം കത്തി പൂർണ്ണമായും ഇല്ലാതാകാൻ പോകുന്നു. ഒന്നും തന്നെ അവശേഷിക്കില്ല. നിങ്ങളേവരും നമ്പർ 1 പുരുഷാർത്ഥമനുസരിച്ച് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുവാൻ ശരീരം, മനസ്സ്, ധനം കൊണ്ട് സേവനം ചെയ്യുന്നു. എക്സിബിഷനിലും നിങ്ങളോട് ചോദിക്കുന്നു, അപ്പോൾ പറയൂ, നമ്മൾ BKs നമ്മുടെ തന്നെ ശരീരവും മനസ്സും ധനവും കൊണ്ട് ശ്രീമത്തനുസരിച്ച് സേവനം ചെയ്ത് രാമരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഗാന്ധിജിയും ഇങ്ങനെ പറയുമായിരുന്നു, ശ്രീമത്തിലൂടെ നമ്മൾ രാമരാജ്യം സ്ഥാപിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇതിൽ ശ്രീ 108 ബാബ ഇരിക്കുകയാണ്. 108ന്റെ മാലയും ഉണ്ടാക്കുന്നു. വലിയ മാല ഉണ്ടാകുന്നു. അതിൽ 8ഉം 108ഉം നല്ല രീതിയിൽ പ്രയത്നിക്കുന്നു. നമ്പർ വാരായി വളരെ പേരുണ്ട്. അവർ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നു. രുദ്രയജ്ഞം നടക്കുമ്പോൾ സാലിഗ്രാമങ്ങളുടെയും പൂജയുണ്ടാകുന്നു. തീർച്ചയായും എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ട്, അതിനാലാണ് പൂജ ഉണ്ടാകുന്നത്. നിങ്ങൾ ബ്രാഹ്മണർ ആത്മീയ സേവാധാരികളാണ്, എല്ലാവരുടെയും ആത്മാക്കളെ ഉണർത്തുന്നവർ. ഞാൻ ആത്മാവാണ്. ഇത് മറക്കുന്നതിലൂടെ ദേഹാഭിമാനം വരുന്നു. മനസ്സിലാക്കുന്നു, ഞാൻ ഇന്നയാളാണ്. ആർക്കും ഇതറിയില്ല. ഞാൻ ആത്മാവാണ്. ഇന്ന പേര് ഈ ശരീരത്തിൻ്റെതാണ്. നമ്മൾ ആത്മാവ് എവിടെ നിന്നും വരുന്നു? ഇത് അല്പം പോലും ആരുടെയും ചിന്തയിലില്ല. ഇവിടെ പാർട്ട് അഭിനയിച്ച് ശരീരത്തിന്റെ ബോധം ഉറച്ചുപോയി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ ഇപ്പോൾ അലംഭാവം ഉപേക്ഷിക്കൂ. മായ വളരെ ബലവാനാണ്. നിങ്ങൾ യുദ്ധ മൈതാനത്തിലാണ്. നിങ്ങൾ ആത്മാഭിമാനിയാകൂ. ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മേളയാണ് ഇത്. മഹിമയുണ്ട്. ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. ഇതിൻ്റെയും അർത്ഥം അവർ അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. നമ്മൾ ആത്മാക്കൾ ബാബയുടെ കൂടെ വസിക്കുന്നവരാണ്. അത് ആത്മാക്കളുടെ വീടാണല്ലോ. ബാബയും അവിടെയാണ്. ആ ഒന്നിന്റെ നാമമാണ് ശിവൻ. ശിവജയന്തിയും പാടപ്പെടുന്നു. മറ്റൊരു നാമം കൊടുക്കുവാൻ തന്നെ പാടില്ലാത്തതാണ്. ബാബ പറയുന്നു, എൻ്റെ യഥാർത്ഥ നാമമാണ് മംഗളകാരി ശിവൻ. മംഗളകാരി രുദ്രൻ എന്ന് പറയില്ല, മംഗളകാരി ശിവൻ എന്നാണ് പറയുന്നത്. കാശിയിലും ശിവന്റെ ക്ഷേത്രമുണ്ടല്ലോ. അവിടെ പോയി സാധു സന്യാസിമാർ മന്ത്രം ജപിക്കുന്നു. ശിവ കാശി വിശ്വനാഥ ഗംഗ. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ശിവൻ അതായത് ആരെയാണോ കാശിയിലെ ക്ഷേത്രത്തിൽ ഇരുത്തിയിരിക്കുന്നത് ആ ഒന്നിനെ പറയുന്നു വിശ്വനാഥൻ. ഇപ്പോൾ ഞാനാണെങ്കിൽ വിശ്വനാഥൻ അല്ല. വിശ്വത്തിന്റെ നാഥൻ നിങ്ങളാണ് ആകുന്നത്. ഞാൻ ആകുന്നതേയില്ല. ബ്രഹ്മതത്വത്തിന്റെ നാഥനും നിങ്ങളാകുന്നു. അത് നിങ്ങളുടെ വീടാണ്. മറ്റത് രാജധാനിയാണ്. എൻ്റെ വീട് ഒരേ ഒരു ബ്രഹ്മതത്വമാണ്. ഞാൻ സ്വർഗത്തിൽ വരുന്നതുമില്ല, ഞാൻ നാഥൻ ആകുന്നതുമില്ല. എന്നെ പറയുന്നത് തന്നെ ശിവ് ബാബ എന്നാണ്. എൻ്റെ പാട്ട് തന്നെ പതീതരെ പാവനമാക്കുന്നതിൻ്റെതാണ്. സിഖുകാരും പറയുന്നു വിസർജം വീണവർ വസ്ത്രം കഴുകുന്നതിനെ കുറിച്ച്. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. മഹിമയും പാടുന്നു ഏക് ഓംകാർ. അജോനി അതായത് ജനന മരണരഹിതൻ. ഞാനാണെങ്കിൽ 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. ഞാൻ ഇദ്ദേഹത്തിൽ അതായത് ബ്രഹ്മാവിൽ പ്രവേശിക്കുന്നു. മനുഷ്യർ 84 ജന്മം എടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മാവ് അറിയുന്നു, ബാബ എൻ്റെ കൂടെ ഒരുമിച്ച് ഇരിക്കുകയാണ്. എന്നിട്ടും ഓരോ നിമിഷവും ഓർമ്മ മറന്നുപോകുന്നു. ഈ ദാദായുടെ ആത്മാവും പറയുന്നു, എനിക്ക് വളരെയധികം പ്രയത്നം ചെയ്യേണ്ടി വരും. എൻ്റെ കൂടെ ഇരിക്കുകയാണ്.
അതിനാൽ ഓർമ്മ നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നല്ല, അങ്ങനെ പൂർണ്ണമായും ഒരുമിച്ചാണ്. അറിയുന്നുണ്ട്, എൻ്റെ അടുക്കലാണ്. ആ ഒന്ന് ഈ ശരീരത്തിൻ്റെ അധികാരിയെ പോലെയാണ്. എന്നിട്ടും മറന്നുപോകുന്നു. ബാബയ്ക്ക് ഈ കെട്ടിടം, അതായത് ശരീരം നൽകിയിരിക്കുകയാണ് വസിക്കുന്നതിനു വേണ്ടി. ബാക്കി ഒരു കോണിൽ ഞാൻ ഇരിക്കുകയാണ്. ഉയർന്ന വ്യക്തിയായില്ലേ? ചിന്തിക്കുന്നു. സമീപത്ത് യജമാനൻ ഇരിക്കുകയാണ്. ഈ രഥം ആ ഒന്നിൻ്റേതാണ്. ആ ഒന്നാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. എന്നെ ശിവ് ബാബ കഴിപ്പിക്കുന്നുമുണ്ട്. ഞാൻ ആ ഒന്നിൻ്റെ രഥമാണ്. കുറച്ച് സൽക്കരിക്കും. ഈ സന്തോഷത്തിൽ കഴിക്കുന്നു. 2-4 മിനിറ്റിനു ശേഷം മറന്നുപോകുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, കുട്ടികൾക്ക് എത്രമാത്രം പ്രയത്നം ഉണ്ടായിരിക്കും. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം സാധിക്കുമോ ബാബയെ ഓർമ്മിക്കും. വളരെ വളരെ നേട്ടമാണ്. ഇവിടെയാണെങ്കിൽ ചെറിയ കാര്യത്തിൽ അലോസരപ്പെടുന്നു. പിന്നെ പഠനം ഉപേക്ഷിച്ച് കളയുന്നു. ബാബ ബാബ എന്ന് പറഞ്ഞതിനു ശേഷം ഉപേക്ഷിക്കുന്നു. ബാബയെ തൻ്റേതാക്കുന്നു. ജ്ഞാനം കേൾപ്പിക്കുന്നു, കാണുന്നു. ദിവ്യ ദൃഷ്ടിയിലൂടെ സ്വർഗം കാണുന്നു. നൃത്തം ചെയ്യുന്നു. അഹോ മമ മായ. എന്നെ ഉപേക്ഷിക്കുന്നു, ഓടിപ്പോകുന്നു. ആരാണോ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നത്, ആ ഒന്നിനെ ഉപേക്ഷിക്കുന്നു. വലിയ വലിയ പ്രശസ്തരും ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നു. കൈപിടിച്ച് കൊണ്ടുപോവുകയൊന്നുമില്ല. ഈ കണ്ണുകളുടെ കാര്യത്തിൽ അന്ധരല്ല. പിന്നെ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ സൃഷ്ടിയുടെ ആദിമ അന്ത്യത്തെ അറിയുന്നു. ഈ 84ന്റെ ചക്രം ബുദ്ധിയിൽ തിരിയേണ്ടതാണ്. നിങ്ങളുടെ പേര് തന്നെ സ്വദർശന ചക്രധാരി എന്നാണ്. ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. രണ്ടാമതായി ആരുടെയും ഓർമ്മ ഉണ്ടായിരിക്കരുത്. അന്തിമത്തിൽ ഈ അവസ്ഥ ഉണ്ടായിരിക്കണം. ഏതുപോലെ സ്ത്രീക്ക് പുരുഷനോട് സ്നേഹമുണ്ടായിരിക്കുന്നു, അവരുടേത് ശാരീരിക സ്നേഹമാണ്. ഇവിടെ നിങ്ങളുടേത് ആത്മീയ സ്നേഹമാണ്. നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പതിമാരുടെയും പതിയെ, പിതാക്കളുടെയും പിതാവിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. ലോകത്തിൽ ഇങ്ങനെയുള്ള വളരെയധികം വീടുകളുണ്ട്. അവിടെ സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ കുടുംബം പരസ്പരം വളരെ സ്നേഹത്തോടെ കഴിയുന്നു. വീട്ടിൽ സ്വർഗം പോലെ തോന്നുന്നു. 5-6 കുട്ടികൾ ഒരുമിച്ച് കഴിയുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൂജയിൽ ഇരിക്കുന്നു. ഒരു വഴക്കുകളും മറ്റും വീട്ടിൽ ഉണ്ടായിരിക്കുന്നില്ല. ഏകരസമായി ഇരിക്കുന്നു. ചിലയിടങ്ങളിൽ പിന്നെ ഒരേ വീട്ടിൽ തന്നെ ചിലർ രാധാസ്വാമിയുടെ ശിഷ്യരായിരിക്കും. ചിലർ പിന്നെ ധർമ്മത്തെ തന്നെ അംഗീകരിക്കാത്തവർ ആണ്. ചെറിയ കാര്യത്തിൽ അപ്രസന്നരാകുന്നു. അതിനാൽ ബാബ പറയുന്നു, ഈ അന്തിമ ജന്മത്തിൽ പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. തൻ്റെ ധനവും സഫലമാക്കി തൻ്റെ മംഗളം ചെയ്യും. അപ്പോൾ ഭാരതത്തിൻ്റെയും മംഗളമുണ്ടാകും. നിങ്ങൾക്കറിയാം, നമ്മൾ നമ്മുടെ രാജധാനി ശ്രീമത്തനുസരിച്ച് വീണ്ടും സ്ഥാപിക്കുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെയും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നതിലൂടെയും തന്നെയാണ് നമ്മൾ ചക്രവർത്തി രാജാവായി മാറുന്നത്. പിന്നെ ഇറങ്ങുവാൻ ആരംഭിക്കും. വീണ്ടും അന്തിമത്തിൽ ബാബയുടെ അടുക്കൽ വന്നു ചേരും. ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിലൂടെ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ബാബ തൂക്കുമരത്തിലൊന്നും കയറ്റുന്നില്ല. ഒന്നാമതായി പറയുന്നു, പവിത്രമാകൂ, ബാബയെ ഓർമ്മിക്കൂ. സത്യയുഗത്തിൽ പതീതരായി ആരും ഉണ്ടായിരിക്കുന്നില്ല. ദേവീദേവന്മാരും വളരെ കുറച്ചു തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ പതുക്കെ പതുക്കെ വൃദ്ധിയുണ്ടാകുന്നു. ദേവതമാരുടേത് ചെറിയ വൃക്ഷമാണ്. പിന്നെ എത്ര വൃദ്ധിയുണ്ടാകുന്നു. ആത്മാക്കൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ
സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മീയ സേവാധാരി ആയി ആത്മാക്കളെ ഉണർത്തുന്നതിൻ്റെ സേവനം ചെയ്യണം. ശരീരം, മനസ്സ്, ധനം എന്നിവ കൊണ്ട് സേവനം ചെയ്ത് ശ്രീമത്തിന് അനുസരിച്ച് രാമരാജ്യത്തിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമാകണം. സ്വദർശന ചക്രധാരിയായി 84ന്റെ ചക്രം ബുദ്ധിയിൽ തിരിക്കണം. ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. രണ്ടാമത് ആരുടെയും ഓർമ്മ ഉണ്ടായിരിക്കരുത്. ഒരിക്കലും ഏതെങ്കിലും കാര്യത്താൽ അസ്വസ്ഥരായി പഠനം ഉപേക്ഷിക്കരുത്. സംഘടനയിൽ ഇരിക്കവേ ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കുന്ന സദാ ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. സംഘടനയിൽ അന്യോന്യം കാണുമ്പോൾ ഉന്മേഷവും ഉത്സാഹവും വരുന്നു, അലക്ഷ്യവും വരുന്നു. ഇവരും ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുകയാണ് എങ്കിൽ എന്തുണ്ടാകുവാനാണ് എന്ന് ചിന്തിക്കുന്നു. അതിനാൽ സംഘടനയിൽ നിന്നും ശ്രേഷ്ഠമാകാനുള്ള സഹയോഗം എടുക്കൂ. ഓരോ കർമ്മം ചെയ്യുന്നതിനു മുമ്പേ ഈ വിശേഷ അറ്റൻഷൻ അഥവാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. എനിക്ക് സ്വയം തന്നെ സമ്പന്നമാക്കി സാമ്പിൾ ആകണം. എനിക്ക് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. പിന്നെ വീണ്ടും വീണ്ടും ഈ ലക്ഷ്യം എമർജ് ചെയ്യൂ. ലക്ഷ്യവും ലക്ഷണവും സംയോജിപ്പിച്ചു കൊണ്ടുപോകൂ. അപ്പോൾ ശക്തിശാലിയായി മാറും. സ്ലോഗൻ: ലാസ്റ്റിൽ ഫാസ്റ്റായി പോകണമെങ്കിൽ സാധാരണവും വ്യർത്ഥവുമായ സങ്കല്പങ്ങളിൽ സമയം പാഴാക്കാതിരിക്കൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ആരാണോ പ്രിയമായവർ അവരെ ഓർമ്മിക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ ഓർമ്മ സ്വയമേ വരുന്നു. കേവലം സ്നേഹം ഹൃദയത്തിൽ നിന്നുള്ളതാകണം. സത്യവും നിസ്വാർത്ഥവുമാകണം. എൻ്റെ ബാബ പ്രിയപ്പെട്ട ബാബ എന്ന് പറയുന്നു എന്നിരിക്കെ പ്രിയമായതിനെ ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. നിസ്വാർത്ഥ സ്നേഹമില്ലാതെ ഒരു ആത്മാവിനെയും ബാബയുമായി യോജിപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ ഒരിക്കലും കാര്യസാധനത്തിന് വേണ്ടി ഓർമ്മിക്കാതിരിക്കൂ. നിസ്വാർത്ഥ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കൂ. ഓം ശാന്തി. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ഐ ആം എ പവർഫുൾ ബീയിങ്. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. എൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ പ്രിയതരമാണ്. നാം ഏവരും പരസ്പരം അംഗീകരിക്കുന്നു. നാം ഏവരും ഒന്നാണ്.
എൻ്റെ സഫലത സുനിശ്ചിതമാണ്. എനിക്ക് ചുറ്റും പരമാത്മാവിൻ്റെ ശക്തികളുടെ ഒരു ഊർജത്തിൻ്റെ വലയമുണ്ട്. വൈറ്റ് ഗോൾഡൻ ലൈറ്റിൻ്റെ ഒരു വലയം. പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. God's power is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ട് കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ട് കഴിഞ്ഞു. ഓം ശാന്തി.